ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം ഞാനിപ്പോൾ ഫിറ്റ്രിറ്റ് കപ്പിളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 45 ഡേയ്സിൻ്റെ ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൽ മുന്നേ ഒരു 2 വർഷം മുന്നേ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ആണ് ഞാൻ തംബ്നെയിലിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞു. പിന്നെ ആ സമയത്ത് പിന്നെ നമ്മൾ ഡയറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഫോളോ ചെയ്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഒട്ടും കൺട്രോൾ ആവില്ലല്ലോ ഫുഡ് കാര്യങ്ങളൊന്നും. അപ്പോൾ ആ സമയത്ത് വീണ്ടും തടി കൂടി. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ഡെലിവറി ടൈമിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഗെയിൻ ചെയ്തു. എനിക്ക് തോന്നലല്ല, ഡെലിവറിയുടെ അന്ന് ഐ വാസ് 88 ആയിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അതൊന്ന് ഋതുവിനൊരു 6 മാസമൊക്കെ ആയപ്പോൾ അന്ന് കുറഞ്ഞു വന്നു ഒരു 75 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് 75 ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ കുറഞ്ഞു പോകും. പക്ഷേ കുറഞ്ഞില്ല. അതാ ഞാൻ ഡയറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല കേട്ടോ അന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്ന് എന്തോ അതിനെ കുറഞ്ഞു, വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീഡ് ചെയ്യണ കാരണമായിരിക്കും. അപ്പോൾ അന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ തന്നെ ഇങ്ങനെ കുറഞ്ഞു പോവും. സോ വേറെ ഡയറ്റ് കാര്യങ്ങളൊന്നും എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 78 ആയിരിക്കുന്നു വെയിറ്റ്. അപ്പോൾ ഒരു 3 kg കൂടിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ സോ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഫിറ്റ്രിറ്റ് കപ്പിളിൽ തന്നെ ഒന്നുകൂടി ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ പോസ്റ്റ് പാർട്ടത്തിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. 45 ഡേയ്സിൻ്റെയാണ്. 90 ഡേയ്സിൻ്റെ ഉണ്ട്. ഞാനിപ്പോൾ 45 ഡേയ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വീക്ക്ലി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമല്ലോ. വെയിറ്റ് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്യാം. ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീക്ക്ലി വൺസാണ് ഫിറ്റ്രീറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് ഡേ ആണ്. ഓരോ തേഴ്സ്ഡേ ആയിരിക്കും എന്തായാലും നമ്മുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ എത്രത്തോളം കുറഞ്ഞു, എന്താണ് ഡയറ്റിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ രീതി ആവില്ല കേട്ടോ. ഞാനിപ്പോൾ പോസ്റ്റ് പാർട്ടത്തിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ കുറേ കാറ്റഗറീസ് ഉണ്ടല്ലോ. നമ്മൾക്കിപ്പോൾ 30 ഡേയ്സിന് സാധാ ആൾക്കാർ അതായത് നോർമൽ എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളത് ഒരു രീതിയിലുള്ള ഡയറ്റ് ആയിരിക്കും. പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, PCOD ഉള്ള ആൾക്കാർ, ഈ വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടത്, പിന്നെ അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഓരോരോ ഡിഫറെൻറ്റ് ഡയറ്റ് പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഡയറ്റ് പ്ലാന് കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എത്രത്തോളം കുറഞ്ഞു അങ്ങനെയൊക്കെ അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലാതെ എൻ്റെ ഡയറ്റ് പ്ലാന് കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് 20th ആണ്, തേഴ്സ്ഡേ ആണ്. 20th ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷനിസ്റ്റ് കോൺടാക്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഫുഡ് അലർജീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മളെ എല്ലാത്തിനും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫുഡ് കഴിക്കുന്ന ടൈമിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സസൈസ് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ഓൺലൈൻ ത്രൂ നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ അയച്ചു തരാണ് ചെയ്യുക. നമ്മളത് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നടക്കണം കാര്യങ്ങളും എല്ലാതും എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല ഇവനെ വെച്ചിട്ട്. കാരണം ശരത്തണ്ണ ഓഫീസിൽ വന്നതിൻ്റെ ശേഷമാണ് വാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇവനായിട്ട് കാരണം പുറത്ത് പോയി നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വേറെ സ്ഥലത്തേക്ക് പോവും എങ്ങോട്ടേലും. അപ്പോൾ അവനെ പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരു ആക്റ്റീവായിട്ടുള്ള നടത്തം ശരിക്കും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അപ്പോൾ ശരത്തണ്ണൻ വന്നതിന് ശേഷമാണ് ഞാൻ നടക്കാൻ പോവുള്ളൂ. അതല്ലാതെ എക്സസൈസ് കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അയ്യോ ഋതു അത് നോക്ക് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഞാൻ പോസ്റ്റ് പാർട്ടത്തിലാണല്ലോ ഇവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമുമാണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ എക്സസൈസും നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫ്രഷ് ആയിട്ട് വേണം പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം ഉണ്ണിക്ക് ഫീഡ് ചെയ്യണ കാരണം തന്നെ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ നമ്മളിൽ നിന്ന് അവർക്ക് വരാൻ പാടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 നേരം കുളിക്കണം. ഞാൻ രാവിലെയാണ് എക്സസൈസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈവനിങ് ആണ് നടത്തം വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. എത്രത്തോളം നമുക്ക് മാറ്റം വരുമെന്ന് നോക്കാം. ഇപ്പോൾ 78 ആണ് kg. മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വേസ്റ്റ്, ഹിപ്പ്, ആംസ്, തൈസിൻ്റെ ഒക്കെ മെഷർമെൻറ്റ്സ് അവർക്ക് എടുത്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ വീക്ക്ലി അതിൽ എത്രത്തോളം കുറവുണ്ട് കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് വലിയ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുക അടുത്ത ആഴ്ചയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ Day 1 to 45 ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഡയറ്റ് പ്ലാന്, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എക്സസൈസ് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പോസ്റ്റ് പാർട്ടത്തിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ബാക്കിയുള്ള ഓരോരോ കാറ്റഗറീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക്
എങ്ങനെയാവും റിസൾട്ട് കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ട്രൈ ചെയ്യും. എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അല്ലറുതോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.